നമുക്കിന്ന് വലച്ച് രാഗത്തിൽ പാദമേ തുണൈ പരമശിവ ഭയങ്കര ഭവഗടൽ അമിഴ്തുഴൽ എനക്കുനത് ആ കൃതി പഠിക്കാം. വലജി സഗപ്പ ധനിസ സാനിധപഗസ സ ഗപ്പ ധനിസ സാനിധപ ഗസ സാനിധപ ഗസ സഗപധനിസ സാനിധപ ഗസ സഗപധനിസ സാനിധപ ഗസ. അതാണ് ആരോഹണം അവരോഹണം. പാപനാശത്തിൻ്റെ കൃതിയാണ് ആദിതാളം ഒരുകള. ഒന്നാമത്തെ സംഗതി ഞാൻ പറഞ്ഞുതരാം. പാദമേ തുണൈ പരമശിവ മലർപാദമേ തുണൈ പരമശിവ മലർപാദമേ തുണൈ പരമശിവ മലർപാദമേ. അത് രണ്ടാമതാണ് പാടേണ്ടത്. പാദമേ തുണൈ ഉണ്ടോ? പാദമേ തുണൈ പരമശി. അത് രണ്ടാമതാക്കണം. ഒന്നാമത് പാടുമ്പോൾ തുടങ്ങണ പായുന്ന പധ പധ സ്വരവും സാഹിത്യവും സ്വരാക്ഷര പ്രയോഗം പോലെ വരുന്നുണ്ടോ? പാദമേ തുണൈ പരമശിവ മലർപാദമേ തുണൈ പരമശിവ മലർ ഉണ്ടോ? മലർ വീച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്നത് മലർ മലർ. ചിലർ വീച്ചാലും പാടുന്നുണ്ട്. വീച്ചാലും വയ്ക്കാം. മലർപാദ അത് പാടാം. വീച്ച് കഴിഞ്ഞിട്ട് മലർ വയ്ക്കാം. മലർപാദമേ തുണൈ പരമശിവ മലർപാദമേ തുണൈ പരമശിവ മലർപാദമേ തുണൈ പരമശിവ മലർപാദമേ തുണൈ പരമശിവ മലർപാദമേ തുണൈ പരമശിവ. മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടാമത്തെ സംഗതി വേദ പാദമേ തുണൈ പരമശിവ മലർപാദമേ പാദമേ തുണൈ പരമശിവ മലർ. മൂന്നാമതാണ് പാദമേ തുണൈ പരമശിവ മലർപാദമേ തുണൈ പരമശിവ. ഭയങ്കര ഭവകടൽ അമിഴ്തുഴൽ എനക്കുനതു പാദമേ തുണൈ പരമശിവ. ഭയങ്കര ഭവകടൽ അമിഴ്തുഴൽ എനക്കു ഭയങ്കര ഭവകടൽ അമിഴ്തുഴൽ എനക്കു. ഒരേ അളവിൽ ഓരോ സാധനം തന്നെ ഉണ്ടോ? കപധനി നിസാനിദ ധനിദബ ദാബഗസഗ ദാബഗസ അല്ലേ? അപ്പോൾ ഭയങ്കര ഭവകടൽ അമിഴ്തുഴൽ എനക്കുനത് പാദമേ തുണൈ പരമശിവ ഭയങ്കര ഭവകടൽ അത് ആ സംഗതി. ഇനി അടുത്ത് വേറെയുണ്ട്. ഭയങ്കര ഭവകടൽ അമിഴ്തുഴൽ എനക്കുനത് പാദമേ തുണൈ പരമശിവ
பயங்கர பவக்கடல் அமிழ்ந்துழல் எனக்குனது பாதமே துணை பரம சிவா பரமசிவா. അതാണ് പല്ലവി. ചേർത്ത് പാടാം. പാദമേ, ഇതൊരു മധ്യമാലത്തിൽ പാടാൻ നല്ലത്. പാദമേ തുണൈ പരമശിവ മലർപാദമേ തുണൈ പരമശിവ மலர்பாதமே துணை பரமசிவ மலர்பாதமே துணை பரமசிவ மலர்பாதமே துணை பரமசிவ மலர்பாதமே துணை பரமசிவ. பயங்கர பவகடல் அமிழ்ந்துழல் எனக்குனது பாதமே துணை பரமசிவ. பயங்கர பவகடல் அமிழ்ந்துழல் எனக்குனது பாதமே துணை பரமசிவ. பயங்கர பவக்கடல் அமிழ்ந்துழல் எனக்குனது பாதமே துணை பரமசிவ. பயங்கர பவக்கடல் அமிழ்ந்துழல் எனக்குனது பாதமே துணை பரமசிவ. ഇന്ന് വരും എൻ്റെ പല്ലവി. മനസ്സിലായോ? അതിൻ്റെ അനുപല്ലവി എങ്ങനെയാണ് വരുന്നത്? സമത്തിൽ നിന്ന് കയറണം കേട്ടോ. പാദമേ സമത്തില. പാ ഗീതമേ ഗീതമേ വീച്ച് കഴിഞ്ഞിട്ട് സംഗീതം എടുക്കണം. സംഗീതമേ സംഗീതമേ മുഴങ്ങും തിരുമയിലാപുരി ഗീതമേ മുഴങ്ങും തിരുമയിലാപുരി ഗീതമേ മുഴങ്ങും തിരുമയിലാപുരി പുറയും കൃപാനിധി. സംഗീതമേ മുഴങ്ങും തിരുമയിലാപുരി ഉറയും കൃപാനിധി. ഇറൈവ കപാലിനിൻ പാദമേ തുണை பரமசிவ பரமசிவ பரமசிவ. மொத்தம் பாடுறே. கீதமே கீதமே സംഗീതമേ സംഗീതമേ മുഴങ്ങും തിരുമയിലാപുരി ഗീതമേ മുഴങ്ങും തിരുമയിലാപുരി ഉറയും കൃപാനിധി. സംഗീതമേ മുഴങ്ങും തിരുമയിലാപുരി ഉറയും കൃപാനിധി. ഇറൈവ കപാലിനിൻ പാദമേ തുണை பரமசிவ. பயங்கர
ഭവകടൽ അമിழ்துழல் எனக்குனது பாதமே துணை பரமசிவா പരമശിവാ പരമശിവാ. നമുക്കിഷ്ടമുള്ള പോലെയൊക്കെ ആ ശിവന് ആനന്ദം വരുന്ന തരത്തിൽ ശിവനെ ആനന്ദിപ്പിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ശിവന് ആനന്ദം വരുന്ന തരത്തിലൊക്കെ പാടിയൊക്കെ കൊണ്ടുപോവുക, പാടി നിർത്തുക, ലയിപ്പിക്കുക, സൂയിപ്പിക്കുക. ശിവൻ ഇങ്ങനെ ഉണരണം. ശിവൻ പറയണം, ആഹാ ഓ എൻ്റെ ബിനു നീ എത്ര നന്നായിട്ട് ഇത് പാടിയിരിക്കുന്നു മോനെ, എനിക്കിവിടെ കൈലാസത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് ആര് ശിവൻ നമ്മളോട് പറയണം. ശിവൻ ഇങ്ങോട്ട് നമ്മുടെ അടുത്തേക്ക് വരണം. ശരണം നമുക്ക് നോക്കാം. വെർപ്പരയിൻ മകൾ കർപ്പകനായകി വെർപ്പരയൻ മകൾ കേട്ടോ. വെർപ്പരയൻ മകൾ കർപ്പകനായകി വെർപ്പരയൻ രണ്ടാമത് വെർപ്പരയൻ മകൾ കർപ്പകനായകി മിന്നുമോർപ്പാകനെ മാവിടെ വാകനെ വെർപ്പരയൻ മകൾ രണ്ടാമത് വെർപ്പരയൻ മകൾ കർപ്പകനായകി മിന്നുമോർഭാഗനെ മാവിടെ വാഗനെ വർപ്പരയൻ മകൾ കർപ്പകനായകി മിന്നുമോർഭാഗനെ മാവിടെ വാഗനെ ശിർപ്പരനെ സനകാദി. ഒരു കൃതി പഠിപ്പിക്കുമ്പോൾ എന്തെല്ലാം ഒരു നമുക്കൊരു ഒരു മണിക്കൂറുകൾ പറഞ്ഞ് പഠിപ്പിക്കാനുണ്ട്, ആനന്ദിക്കാനുണ്ട്. പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒത്തിരി പറഞ്ഞ് പഠിപ്പിക്കാനുണ്ട്. ഒരു വലിയ ഒരു സമാധിയുടെ ഘട്ടത്തിലേക്ക് നമ്മൾ പാടി നമ്മൾ പോകും. പറഞ്ഞ് പഠിപ്പിച്ച് പാടി അങ്ങനെ ഒരു സമാധിയിലേക്ക് നമ്മൾ പോകുന്ന അത്രമാത്രം നമുക്ക് ഇതിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ വർപ്പരയൻ മകൾ കർപ്പകനായകി മിന്നുമോർപ്പാകനെ മാവിടെ വാഗനെ ശിർപ്പരനെ സനകാദി യോഗിയരും ശിർപ്പരനെ സനകാദി യോഗിയരും ശിർപ്പരനെ സനകാദി യോഗിയരും. അത് രണ്ടാമത് കേട്ടോ. ശിർപ്പരനെ സനകാദി യോഗിയരും ശിർപ്പരനെ സനകാദി യോഗിയരും ദേവരും പോற்றும் ദീനശരണ്യനെ ശിർപ്പരനെ സനകാദി യോഗിയരും ദേവരും പോற்றும் ദീനശരണ്യനെ പാദമേ തുണை പരമശിവ பயங்கர பவகடல் அமிழ்துழல் எனக்குனது பாதமே துணை பரமசிவா. ஆ ஆ ഇതൊത്തിരി അവിടെ സ്വരം പാടാറുണ്ട്. പാദമേ ദുണൈ തനിസ തനിത പദനിത സഗപ അവിടെ പാടേ സഗപാദമേ ധനി സഗ ധനി ധനി ധനിത പദ പഗ സഗപാദമേ സനി ധനി സഗ ധനി 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 ധ പദ പഗ പാദമേ പദ പഗ പാദ അങ്ങനെ ധനി സ ധനി ധ പദനി നി ധ പഗ പനി ധ പഗ പദ ധ പഗ പദ പഗ പനി ധ പദനി ധ പനി ധ പദ പഗ പ
സനി നി ദ ദ പ ഗ സ ഗ പ ദ അവിടെ പാടാം. ഗപ ഗപധനി സഗീതമേ പാടാറുണ്ട്. ധനി സഗ ധനി 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 ധപ ഗപധനി സഗീത ഗപധനി സഗീതമേ എന്ന് പാടാം. ഇത് നിങ്ങൾ നോക്കിയിട്ട് പാടുക. അപ്പോൾ ഇതാണ് ആ കൃതിയുടെ സ്വഭാവം. ഇത് പ്രൊഫസർ മാലിനി ഹരിഹരൻ പാവൻ ടീച്ചർ എന്തോരം കൃതികൾ പഠിപ്പിച്ചു. ടീച്ചറിൻ്റെ കൃതിയാണ്. നന്ദി, നമസ്കാരം.